അമലാനഗർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ സുഖമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് ആ ട്രെയിനിൽ നേരെ തൃശ്ശൂരിലേക്ക് പോകുമായിരുന്നു. നമ്മുടെ അമല ഹോസ്പിറ്റലിന് സമീപമുള്ള അമലാനഗർ റെയിൽവേ സ്റ്റേഷനാണിത്. ഇതിപ്പോൾ പ്രവർത്തിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്തെന്നുള്ളൂ. കാരണം ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അമലയിലും കൂടി ഒരു സ്റ്റോപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നെങ്കിൽ പല ആളുകൾക്കും അത് ഗുണകരമായേനെ. ഇങ്ങനൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഒരു പ്ലാറ്റ്ഫോമോ കാര്യങ്ങളൊന്നുമില്ല. അതിലെനിക്കൊരു സംശയമുണ്ട്, ശരിക്കും ഇത് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു റെയിൽവേ സ്റ്റേഷനാണോ എന്നുള്ളത്. ശരിക്കും ഒരു ഗാർഡ് റൂമോ അല്ലെങ്കിൽ പണിക്കാർക്ക് വേണ്ടിയിട്ട് മറ്റേ ട്രാക്ക് പണിയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ സാധനങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹോമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാവില്ലേ ആളുകൾക്ക് കയറി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അതൊന്നുമില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡൊന്നുമില്ല, പക്ഷേ അമലാനഗർ എന്നിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മീതെ അമലാനഗർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്, ഇപ്പോൾ മാഞ്ഞു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പം ഈ ഒരു വഴി തൃശ്ശൂർക്കുള്ളതും മറ്റൊരു വഴി ഗുരുവായൂർക്കുള്ളതും ആണ്. അമല ഹോസ്പിറ്റലിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെ കേട്ടോ ഈ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് പരിചയമുള്ള 1-2 ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കി ഇവിടെ ഇങ്ങനെ അമലാനഗർ റെയിൽവേ സ്റ്റേഷനിൽ അവരിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അമലാനഗർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ സുഖമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് ആ ട്രെയിനിൽ നേരെ തൃശ്ശൂരിലേക്ക് പോകുമായിരുന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമാണ് പുറപ്പെടുന്നത്. ഗുരുവായൂരിലേക്ക് വരുന്നതും അതേപോലെ തന്നെ വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമാണ്, ഏകദേശം ഒരു 4-5 ട്രെയിനുകൾ മാത്രമാണ് വരുന്നത്. ഇതൊരു സിംഗിൾ ലൈൻ റെയിൽവേ ട്രാക്കാണ് കേട്ടോ. ഇവിടെ ഡബിൾ ലൈൻ ഇല്ല. പിന്നെ വൈദ്യുതീകരിച്ചിട്ടുണ്ട്. കുറേ കാലം മുമ്പ് ഇവിടുത്തെ ട്രാക്കുകളിലൊക്കെ മരത്തിൻ്റെ തടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ തടിയായിട്ട് ഏകദേശം ഒരു 8-10 വർഷമായിട്ടുണ്ടാവുള്ളൂ. അതിന് മുമ്പൊക്കെ മരത്തിൻ്റെ തടിയായിട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തൊക്കെ ഞാൻ അവിടെ ട്രെയിനിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരത്തിൻ്റെ തടിയുള്ള ഒരു റെയിൽവേ ട്രാക്കിലൂടെ പോകുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പോൾ കോൺക്രീറ്റ് ബാറൊക്കെ വന്നതിന് ശേഷം സൗണ്ടിന് ഭയങ്കരമായിട്ട് കുറവൊക്കെ വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പൂങ്ങുന്ന വഴി ഗുരുവായൂരിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് വേറെ എവിടേക്കും കണക്ഷനൊന്നുമില്ല. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ആദ്യത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. സാധാരണയുള്ള എക്സ്പ്രസ് ട്രെയിനുകളിൽ 10 രൂപയെ തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ഒരു ഫെയറായിട്ട് വരുന്നത്. ബസ്സിൽ പോവുകയാണെങ്കിൽ മിനിമം ഒരു 30 രൂപയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിലൂടെ കൂടുതലായിട്ടും യാത്ര ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തരായിരിക്കും കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന വലിയൊരു സർവീസാണെന്ന് തോന്നുന്നു ചെന്നൈ എഗ്മൂർ സർവീസ്. അത് ഗുരുവായൂരിൽ നിന്നും തുടങ്ങി തിരുവനന്തപുരം ടച്ച് ചെയ്ത് നേരെ ചെന്നൈയിലേക്ക് പോകുന്ന ഒരു സർവീസാണ്. അതായത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് വരെ ചെന്നിട്ട് നേരെ ചെന്നൈയിലേക്ക് പോകുന്ന വലിയൊരു സർവീസാണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നു തമിഴ്നാടിൽ നിന്ന് കൂടുതൽ ഭക്തരെത്തുന്നത് ചെന്നൈ എഗ്മൂർ ട്രെയിനിലാണ്.